തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം മുന്നണികൾ സജീവമാക്കുമ്പോൾ ആവേശം ക്യാമ്പസുകളിലും കാണാം. മാറ്റത്തിനായി കൂടുതൽ ചെറുപ്പക്കാർ പദവികളിൽ എത്തണമെന്നാണ് ജെൻസിയുടെ അഭിപ്രായം. കോളേജ് വിദ്യാർത്ഥികളുടെ വോട്ട് വീക്ഷണങ്ങളുമായി തിരൂർ മലയാളം സർവകലാശാലയിൽ നിന്ന് യൂനുസ് അഹമ്മദ് ചേരുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് തിരൂർ മലയാളം സർവകലാശാലയിലാണ്. അവിടുത്തെ വിദ്യാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നു, യുവാക്കളുടെ പ്രാതിനിധ്യം എത്രയുണ്ട്, ഈ വിഷയങ്ങളിൽ ഈ ചെറുപ്പക്കാർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. വോട്ട് ചെയ്യുമ്പോൾ നോക്കുന്നത് ആരാണ് നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. സ്ഥാനാർത്ഥികൾക്കാണ് ഇപ്പോൾ കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മളൊക്കെ യുവതലമുറ കൂടുതൽ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം കുറച്ചുകൂടി കണക്റ്റഡ് ആൻഡ് മനസ്സിലാക്കാനൊക്കെ പറ്റും എന്നുള്ളതാണ്. ചെറുപ്പക്കാർ വന്നാലേ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. കാരണം ഈ വയസ്സായ ആൾക്കാരെ കൊണ്ടൊന്നും പറ്റില്ല എന്നാണ്. കാരണം അവർ പൈസ വിൽക്കുന്ന ടീംസാണ്, ഒക്കെ പൈസ വിൽക്കുന്ന ടീംസാണ്. അപ്പോൾ നമ്മളെ പിള്ളേരെ വരണോ. നാട്ടിൽ പൊതുവേ പാർട്ടി നോക്കലില്ല. ക്യാമ്പസിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒക്കെ പാർട്ടി നോക്കുന്നുണ്ടാവും. പക്ഷെ നാട്ടിൽ പൊതുവേ പാർട്ടി നോക്കാതെ ആര് നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ നാട്ടിലാകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ അവരെ അടുത്തറിയാം. യങ്സ്റ്റേഴ്സ് വരണമെന്ന് പിന്നെ വളരെ അതിയായി ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പിന്നെ പരമാവധി ഇപ്പം കോൺഗ്രസ് ആയാലും പിന്നെ അതുപോലെ തന്നെ CPM ആയാലും അവരൊക്കെയും പിന്നെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരികയാണെങ്കിൽ അതിന് നല്ല സപ്പോർട്ടുണ്ട്. സ്ഥാനാർത്ഥി നാട്ടിൽ അറിയുന്ന ആളാണോ, അല്ലെങ്കിൽ എന്താണ് വെറുതെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് പിന്നെ വന്ന് ഇലക്ഷൻ്റെ സമയത്ത് മാത്രം ഇറങ്ങി വരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് അറിയുന്ന ഒരാളാകുമ്പോൾ നമുക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടാവും. നാടിന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള, നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. രാഷ്ട്രീയം എന്നതിനേക്കാളും അതിനാണ് വാല്യൂ കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ രീതിയിൽ ഞാൻ പറയുന്നത്. ഈ PG പഠിക്കുന്ന പിള്ളേരൊക്കെയാണ് ഈ വാർഡ് ഈ സ്ഥാനാർത്ഥികളായിട്ടൊക്കെ വരുന്നത്. നമ്മൾ ഈ കാലങ്ങളായിട്ട് കണ്ടുവരുന്നത് വെച്ചാൽ ഇച്ചിരി ഏജുള്ള ആൾക്കാരാണ് സ്ഥാനാർത്ഥികൾ പോസ്റ്ററിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പിള്ളേർ, നമ്മളെ പ്രായമുള്ള, നമ്മൾ ഈ തോളത്ത് കൈയിട്ട് കണക്കുന്ന പിള്ളേരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. പൊതുവെ ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല എന്നുള്ള ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. പുതിയ സ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പുതിയ സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ കൂടുതൽ ചെറുപ്പക്കാരെത്തണമെന്നാണ് ഇവരുടെ അഭിപ്രായം. യൂനുസ് അഹമ്മദ്, മീഡിയ 1, തിരൂർ.